ഹായ് ഹലോ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കേരള പുരസ്കാരങ്ങൾ, കറണ്ട് അഫയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമല്ലേ കേരള പുരസ്കാരങ്ങൾ, അതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കിന്ന് കോഡിലൂടെ അതൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം, 2023 എഴുത്തച്ഛൻ പുരസ്കാരം. അതിനുമുമ്പ് എഴുത്തച്ഛൻ പുരസ്കാരം എന്താണെന്ന് അറിയണ്ടേ? സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള കേരള സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമാണ് എന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം. എന്താണ്? സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള കേരള സർക്കാരിന്റെ പരമോന്നത പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. എത്രയാണ്? 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യ ജേതാവ് ആരാന്ന് ചോദിക്കൂലേ? എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. എപ്പോഴാണ് ലഭിച്ചത്? 1993 ആർക്ക് ലഭിച്ചു? ശൂരനാട് കുഞ്ഞൻപിള്ള. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താലോ? എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള കേരള സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമാണ്. സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. ആദ്യ ജേതാവ് ആരാന്ന് ചോദിച്ചാൽ ശൂരനാട് കുഞ്ഞൻപിള്ള. 1993 ആർക്ക് ലഭിച്ചു? ശൂരനാട് കുഞ്ഞൻപിള്ള. ഇനി 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാ? എഴുത്തച്ഛൻ എന്നല്ലേ, അച്ഛൻ എന്നല്ലേ? അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം? ആർക്കാ ലഭിച്ചത്? SK വസന്തനാണ്. SK വസന്തൻ. എങ്ങനെ കണക്ട് ചെയ്യാ? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പൊ നമ്മുടെയൊക്കെ അച്ഛന്മാരുടെ ഇപ്പത്തേക്ക് സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെ? സ്റ്റാറ്റസ് പറഞ്ഞാൽ വാട്സപ്പ് സ്റ്റാറ്റസും പിന്നെ ഗ്രൂപ്പുകളിലൂടെ കിട്ടുന്നതൊക്കെ എന്താണ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, അതൊക്കെ ഇടുമ്പോൾ എന്തുണ്ടാവും? അതില് പൂക്കൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. അച്ഛന്മാരുടെ ഫുൾ ഫോട്ടോസ് ഷെയർ ചാറ്റ് ഓരോന്നൊക്കെ എടുത്തിടുമ്പോൾ എന്തുണ്ടാവും? പൂക്കൾ ഉണ്ടാവില്ല അതില്. പൂക്കൾ എപ്പോഴാണ് ഉണ്ടാവുന്നത്? പൂക്കൾ എപ്പോഴാണ് വിടരുത്? പൂക്കൾ ഉണ്ടാവുന്ന കാലം എപ്പോഴാണ്? വസന്തകാലത്താണ്. എപ്പോഴാണ്? വസന്തകാലം. അപ്പൊ അച്ഛൻ ആലോചിച്ചാൽ എന്ത് കിട്ടും? വസന്തകാലം. എഴുത്തച്ഛൻ പുരസ്കാരല്ലേ? അപ്പൊ അച്ഛന്മാരെ ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വസന്തകാലം കിട്ടും. പൂക്കള് വിടരുന്നത് എപ്പോഴാണ്? വസന്തകാലത്താണ്. എപ്പോഴാണ്? വസന്തകാലത്ത്. അപ്പോ 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാന്ന് കിട്ടി? ആർക്കാണ്? SK വസന്തൻ. ഇനി 2022 ആർക്കാ? 2022 A സേതുമാധവനാണ്. ആർക്കാണ്? 2022 A സേതുമാധവൻ. ഇനി 2021, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ടു വെച്ചോ. 2021 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P വത്സല. ആർക്കാണ്? P വത്സല. മനസ്സിലാക്കി വെച്ചോ. P വത്സല. 2022 ആൾക്കാണ്? സേതുവിനാണ്. 2022 സേതു. 23 ആർക്കാന്ന് പറഞ്ഞു? അച്ഛന്മാരുടെ എന്താലേക്കണം? പൂക്കൾ ആലേക്കണം. പൂക്കൾ ഉണ്ടാവുന്നത് എപ്പോഴാണ്? വസന്തകാലത്താണ്. എപ്പോഴാണ്? വസന്തകാലത്താണ്. ഇനി 2022 പുരസ്കാരം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? പോൾ സക്കറിയ. ആർക്കാണ്? പോൾ സക്കറിയ. ഓക്കെ ആണല്ലോ ഇതുവരെ? ഇത്രയും ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? ഇപ്പൊ 2023 എന്താലേക്കണം? പൂക്കൾ ഉണ്ടാവുന്നത് ആലേക്കണം. അച്ഛന്മാരുടെ സ്റ്റാറ്റസ്, എഴുത്തച്ഛൻ കണക്ട് ചെയ്യാനാണ് അച്ഛന്മാരെ ആലോചിക്കാൻ പറഞ്ഞത്. അച്ഛന്മാരുടെ സ്റ്റാറ്റസും ഇതൊക്കെ ആലോചിച്ച് എന്ത് കിട്ടും? പൂക്കാലം കിട്ടും. അപ്പൊ എന്താണ്? പൂക്കൾ ഉണ്ടാവുന്നത് എപ്പോഴാ? വസന്തകാലത്താണ്. ഇനി അടുത്തതായിട്ട് വയലാർ പുരസ്കാരം. ഏതാണ്? വയലാർ പുരസ്കാരം. മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യ കൃതിക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏത്? വയലാർ പുരസ്കാരം. ഏതാണ്? വയലാർ പുരസ്കാരം. സമ്മാനത്തുക എത്രയാണ്? 1 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം. വയലാർ അവാർഡിന്റെ സമ്മാനത്തുക എത്രയെന്ന് ചോദിച്ചാൽ 1 ലക്ഷം രൂപയാണ്. എത്രയാണ്? 1 ലക്ഷം രൂപ. ഇനി ഇത് ആദ്യം ലഭിച്ചത് ആർക്കാ പഠിക്കണ്ടേ? ആദ്യം ലഭിച്ചത് ആർക്കാ? ലളിതാംബിക അന്തർജനം. ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിനാണ് ലഭിച്ചത്. എപ്പോ? 1977 ആദ്യമായിട്ട് ലഭിച്ചത്. ഏത് കൃതിക്ക്? അഗ്നിസാക്ഷി. ഏതാണ് കൃതി? അഗ്നിസാക്ഷി. ആദ്യം ലഭിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാ? ശൂരനാട് കുഞ്ഞൻപിള്ള. ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. വയലാർ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാ? ലളിതാംബിക അന്തർജനം. എപ്പോഴാണ് ലഭിച്ചത്? 1977. കൃതി ഏതാ? ഏത് കൃതിക്കാണ് ലഭിച്ചത്? അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇനി 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. അതെങ്ങനെ കണക്ട് ചെയ്യാ? ഒരു കോടാലേക്കണ്ടേ? ശ്രീകുമാരൻ തമ്പി. ഏത് കൃതിക്കാണ്? ജീവിതം ഒരു പെൻഡുലം. അപ്പൊ ഏത് അവാർഡാണ്? വയലാർ അവാർഡാണ്. ആർക്ക് ലഭിച്ചു? ശ്രീകുമാരൻ തമ്പി. ഈ തുമ്പികളൊക്കെ എവിടെ കാണുക? എവിടെയാണ്? വയലിലല്ലേ കാണുക? വയലിലാണ് തുമ്പികളെ കാണുക. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? തമ്പി. കിട്ടിയോ? അപ്പൊ വയലാറ്, വയലില് തുമ്പി, വയലാറ് തമ്പി. ഓക്കെ ആണോ? വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാ വെച്ചാൽ ശ്രീകുമാരൻ തമ്പി. ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാ? ശ്രീകുമാരൻ തമ്പി. ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. എങ്ങനെ ആലോചിക്കണം എന്നാ പറഞ്ഞത്? എങ്ങനെ ആലോചിക്കണം? വയലിൽ തുമ്പിയുള്ളത് ആലോചിക്കണം. വയലിലല്ലേ തുമ്പികളൊക്കെ കാണൂലേ? അപ്പൊ അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി. ഏത് കൃതിക്കാണ്? ജീവിതം ഒരു പെൻഡുലം. എന്താണ്? ജീവിതം ഒരു പെൻഡുലം. ഏത് കൃതി? ജീവിതം ഒരു പെൻഡുലം.
ഇനി 2022 46ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാ? 2022 ആർക്കാ ലഭിച്ച്? എസ് ഹരീഷിനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലേ? എസ് ഹരീഷിനാണ് ലഭിച്ചത്. ഏത് കൃതിക്കാ ലഭിച്ചത്? മീശ. ഏതാണ്? മീശ. എസ് ഹരീഷിനാണ് ലഭിച്ചത് മീശ. 2023 ആർക്കാണ്? എന്ത് കണക്ട് ചെയ്യാൻ പറഞ്ഞു? വയലാർ. വയലിൽ എന്തിനെ കാണും? തുമ്പിനെ കാണും. അപ്പൊ ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക്. ഓക്കെ ആണല്ലോ. ഇനി 2022 ആർക്കാണ് നമ്മൾ പഠിച്ചു? എസ് ഹരീഷാണ്. എസ് ഹരീഷിന് ലഭിച്ചു. ഏത് കൃതി? മീശ എന്ന കൃതിക്കാണ് ലഭിച്ചത്. 2021 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാ? നല്ല കേട്ടുപരിചയമുള്ള ഒരാളല്ലേ? ആർക്കാണ്? ബെന്യാമിൻ. ആരാണ്? ബെന്യാമിൻ. ആർക്കാണ്? ബെന്യാമിൻ. ആർക്കാണ്? ബെന്യാമിനാണ്. ഏതാണ് കൃതി? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് ആർക്ക് ലഭിച്ചത്? ബെന്യാമിന് ലഭിച്ചത്. അപ്പൊ 2021 ബെന്യാമിൻ. 2022 ആരാണ്? എസ് ഹരീഷാണ്. കൃതി ഏതാണ്? മീശ. പിന്നെ ആർക്കാ? 2023 ആർക്കാ നമ്മൾ പഠിച്ചു? കോഡ് വെച്ച് പഠിച്ചില്ലേ? അപ്പൊ എന്ത്? വയലിൽ എന്തിനെ കാണും? വയലാർ അവാർഡ്. വയലിൽ എന്തിനെ കാണും? തുമ്പിയെ കാണും. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യണം? വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് വള്ളത്തോൾ പുരസ്കാരമാണ്. ഏതാണ്? വള്ളത്തോൾ പുരസ്കാരം. മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് വള്ളത്തോൾ സാഹിത്യ സമിതി നൽകുന്ന സാഹിത്യ പുരസ്കാരമാണ് ഏത്? വള്ളത്തോൾ പുരസ്കാരം. സമ്മാനത്തുക എത്രയാണ്? 1,11,111 രൂപ. എത്രയാണ്? 1,11,111 രൂപ. അപ്പൊ 1,1,1,1 ആലോചിച്ചാ പോരെ? ഇല്ലേ? അപ്പൊ ഏതാണ്? വള്ളത്തോൾ പുരസ്കാരം. എത്രയാണ് സമ്മാനത്തുക? 1,11,111 രൂപയാണ്. ഇനി ആദ്യ ജേതാവാരാ? ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ പാലാ നാരായണൻ നായർക്കാണ്. ആർക്കാണ്? പാലാ നാരായണൻ നായർ. ഏത് വർഷം ലഭിച്ചു? 1991 പാലാ നാരായണൻ നായർക്ക് ആദ്യത്തെ ഏത് പുരസ്കാരം? വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി പഠിക്കാനുള്ളത് 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവാരാ? ആരാണ്? എങ്ങനെ പഠിക്കണം? ആരാണ്? ആദ്യം ഉത്തരം നോക്കാം. ആരാണ്? പോൾ സക്കറിയാണ്. ആരാണ്? പോൾ സക്കറിയ. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം? ഏത് പുരസ്കാരമാണ്? വള്ളത്തോൾ പുരസ്കാരമാണ്. ആ തോള് മാറ്റി പോൾ നാക്കണം. എന്താണ്? വള്ളത്തോളിലെ തോള് മാറ്റിയിട്ട് എന്താക്കണം? പോൾ നാക്കണം. അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പൊ വള്ളത്തോൾ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ആ തോള് മാറ്റി പോൾ നാക്കി എന്തുത്തരം കിട്ടും? 2019 വള്ളത്തോൾ അവാർഡ് നേടിയത് ആരാണ്? പോൾ സക്കറിയ. ആരാണ്? പോൾ സക്കറിയ. ഇനി 2018 വള്ളത്തോൾ അവാർഡ് നേടിയത് ആരാ? ആരാണ്? 2018 ആരാ നേടിയത്? 2018 സിനിമ കണ്ടിട്ടുണ്ടോ? അതിലെന്താണ്? പ്രളയത്തെ പറ്റിയിട്ടല്ലേ? അപ്പൊ എന്താ ആലോചിച്ചാൽ മതി? മുങ്ങണത് ആലോചിച്ചാൽ മതി. വള്ളത്തോളാണ്. വെള്ളം ആലോചിക്കുമല്ലോ. പിന്നെ മുങ്ങണത് ആലോചിച്ച് എന്ത് കിട്ടും? മുകുന്ദൻ. മുങ്ങുന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചാൽ മതി. അപ്പൊ മുകുന്ദൻ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. എം മുകുന്ദനാണ് 2018 വള്ളത്തോൾ അവാർഡ് ലഭിച്ചത്. ഇനി 2017 വള്ളത്തോൾ അവാർഡ് ജേതാവ് ആരാണ്? പ്രഭാവർമ്മ. ആരാണ്? പ്രഭാവർമ്മ. അപ്പൊ ഇതുവരെ ക്ലിയർ അല്ലേ? അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം. ഏതാണ്? അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? എങ്ങനെ കണക്ട് ചെയ്യണം? ആരാണ്? ഉത്തരം എന്താണ്? PN ഗോപികൃഷ്ണനാണ്. ആരാണ്? PN ഗോപികൃഷ്ണൻ. ഓടക്കുഴൽ ആരുടെ കയ്യിലുണ്ടാവുക? ആരുടെ കയ്യിലാ? കൃഷ്ണന്റെ കയ്യിലല്ലേ ഓടക്കുഴൽ ഉണ്ടാവുക? ആരുടെ കയ്യിലാണ്? കൃഷ്ണന്റെ കയ്യിലാണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യുക? ഗോപി കൃഷ്ണൻ. ആ കൃഷ്ണൻ എന്നുള്ള വാക്കാലോചിച്ച് വെച്ചാൽ എന്ത് കിട്ടും? ഗോപി കൃഷ്ണനാണ് കിട്ടിയത്. ഏതാ കൃതി? കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ്. അപ്പൊ ചോദ്യം എന്താ? 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? ആരെ ആലോചിക്കണം? ഓടക്കുഴൽ ആരുടെ കയ്യിലുണ്ടാവും? ആരുടെ കയ്യിലുണ്ടാവും ഓടക്കുഴല്? ആരുടെ കയ്യിലാ? കൃഷ്ണന്റെ കയ്യിലാണ്. ആരുടെ കയ്യിലാണ്? കൃഷ്ണന്റെ കയ്യിലാണ്. അപ്പൊ എങ്ങനെ കിട്ടും? ഗോപി കൃഷ്ണൻ. PN ഗോപി കൃഷ്ണനാണ് 2023 ലഭിച്ചത്. ഇനി 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? അംബികാസുധൻ മാങ്ങാട്. ആരാണ്? അംബികാസുധൻ മാങ്ങാട്. കൃതി ഏതാണ്? പ്രാണവായു. കൃതി ഏതാ? പ്രാണവായു. 2022 ആർക്ക് ലഭിച്ചു? അംബികാസുധൻ മാങ്ങാട്. ഇനി 2021 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാ? സാറാ ജോസഫ് ആണ്. ആരാണ്? സാറാ ജോസഫ്. കൃതി ഏതാന്ന് ചോദിച്ചാൽ ബുധിനി. ഏതാ കൃതി? ബുധിനി. 2021 ആർക്ക് ലഭിച്ചു? സാറാ ജോസഫിന് ലഭിച്ചു. 2022 അംബികാസുധൻ മാങ്ങാട്. ഇനി 2023 എങ്ങനെ കണക്ട് ചെയ്യണം? ഓടക്കുഴൽ ആരുടെ കയ്യിലുണ്ടാവും? കൃഷ്ണന്റെ കയ്യിലാണ് ഉണ്ടാവുക. അപ്പൊ ഗോപി കൃഷ്ണൻ. PN ഗോപി കൃഷ്ണൻ. കൃതി ഏതാ? കവിത മാംസഭോജിയാണ്. ചോദ്യം എങ്ങനെ വരൂലേ? കവിത മാംസഭോജിയാണ്. ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാ? PN ഗോപി കൃഷ്ണൻ. അടുത്തത് ഹരിവരാസന പുരസ്കാരമാണ്. ഹരിവരാസന പുരസ്കാരം. ഹരിവരാസന പുരസ്കാരം ഗാനവുമായി ബന്ധപ്പെട്ടുള്ളതല്ലേ? എന്തുമായിട്ട്? ഗാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ആദ്യ ജേതാവ് ആരാ? ഊഹിക്കാനുള്ളതല്ലേ ഉള്ളൂ. ആരാണ്? യേശുദാസ് ആണ്. യേശുദാസ്. ഏത് വർഷമാണ് ലഭിച്ചത്? 2012 ആർക്ക് ലഭിച്ചു? ആദ്യ ജേതാവ് ആരാന്ന് ചോദിച്ചാൽ യേശുദാസ്. ആദ്യമായിട്ട് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? യേശുദാസിനാണ്. ഏത് വർഷം? 2012.
ഇനി 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? PK വീരമണിദാസ് ആണ്. ആരാണ്? PK വീരമണിദാസ്. അതെങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ അത് രണ്ടും ഒപ്പം പറഞ്ഞാൽ മതി. ഹരിവരാസന വീരമണിദാസ്. എന്താണ്? ഹരിവരാസന വീരമണിദാസ്. റിപ്പീറ്റ് ചെയ്താൽ കിട്ടും. ഒന്നൊപ്പം ഞാൻ പറയണേ, ഇനി ഒരു 5 വട്ടം എന്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്യോ? ഹരിവരാസന വീരമണിദാസ്, ഹരിവരാസന വീരമണിദാസ്, ഹരിവരാസന വീരമണിദാസ്, ഹരിവരാസന വീരമണിദാസ്. ഒന്നും കൂടി പറയ്, ഹരിവരാസന വീരമണിദാസ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? ഹരിവരാസന പുരസ്കാരം ആർക്ക് ലഭിച്ചു? വീരമണിദാസിന് ലഭിച്ചു. ഇനി 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. ആരാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 ലഭിച്ചത്. ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ്? വയലാർ അവാർഡ്. വയലിലാണ് എന്തിനെ കാണുക? തുമ്പിനെ കാണുക. അപ്പൊ വയലാർ അവാർഡ് 2023 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2022 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? ആലപ്പി രംഗനാഥ് ആണ്. ആരാണ്? ആലപ്പി രംഗനാഥ്. ആരാണ്? ആലപ്പി രംഗനാഥ് ആണ്. കിട്ടിയോ? ആലപ്പി രംഗനാഥ്. ഇനി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പോൾ സക്കറിയ. ആരാണ്? പോൾ സക്കറിയ. പോൾ സക്കറിയ എന്നുള്ള പേര് ഇപ്പൊ എവിടെയെങ്കിലും കേട്ടോ? എവിടെ കേട്ട്? വള്ളത്തോൾ. ആ തോള് മാറ്റി എന്താക്കാൻ പറഞ്ഞു? പോളാക്കാൻ പറഞ്ഞു. അങ്ങനെ കണക്ട് ചെയ്ത വള്ളത്തോൾ പുരസ്കാരം കിട്ടുമല്ലോ. ആർക്കാണ്? പോൾ സക്കറിയ. അപ്പൊ ഇവിടെ ഇതും ആർക്കാണ്? 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതും ആർക്കാണ്? പോൾ സക്കറിയ. ഇനി 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? സേതുമാധവൻ. ആരാണ്? സേതുമാധവനാണ്. അടുത്തത് നമുക്ക് ജ്ഞാനപ്പാന പുരസ്കാരം നോക്കാം. ഏതാണ്? ജ്ഞാനപ്പാന പുരസ്കാരം. 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആരാണ്? വി മധുസൂദനൻ നായർ. എങ്ങനെ കണക്ട് ചെയ്യാ? ജ്ഞാനപ്പാന. എന്താണ്? ജ്ഞാനപ്പാന. ഇതിൽ രണ്ടിലും അധികമുള്ള വേർഡ് എന്താ? ജ്ഞാന. അപ്പൊ രണ്ടിലും ഉണ്ടല്ലോ മധുസൂദനൻ, ജ്ഞാനപ്പാന. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. അപ്പൊ ജ്ഞാനപ്പാന മധുസൂദനൻ നനനനനനനാന്ന് പോണം. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ എന്ത് കിട്ടും? ജ്ഞാനപ്പാന പുരസ്കാരം മധുസൂദനൻ നായർ. ആരാണ്? ജ്ഞാനപ്പാന പുരസ്കാരം വി മധുസൂദനൻ നായർ. ഇനി 2022 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് കെ ജയകുമാർ ആണ്. ആരാണ്? കെ ജയകുമാർ. ആരാണ്? കെ ജയകുമാർ. അപ്പൊ ജ്ഞാനപ്പാന പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാ? ജ്ഞാനപ്പാന മധുസൂദനൻ നനനനനാന്ന് പോണം. ഓക്കെ ആണല്ലോ? അപ്പൊ ജ്ഞാനപ്പാന മധുസൂദനൻ. 2022 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആരാണ്? കെ ജയകുമാർ. ഇനി നമുക്ക് മറ്റു പുരസ്കാരങ്ങൾ നോക്കിയാലോ? 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രൻ. അതെങ്ങനെ കണക്ട് ചെയ്യാം? ചന്ദ്രന് നല്ല പ്രഭ ഉണ്ടാവൂലേ? ചന്ദ്രൻ നല്ല പ്രഭയോടെ നിൽക്കൂലേ? അങ്ങനെ ആലോചിച്ചാൽ എന്ത് കിട്ടും? സുഭാഷ് ചന്ദ്രൻ. അപ്പൊ എന്താലോചിച്ചാൽ മതി? ചന്ദ്രന് നല്ല പ്രഭ ഉണ്ടാവും ആലോചിച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. ഇനി 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? പെരുമ്പടവം ശ്രീധരനാണ്. ആർക്കാണ്? പെരുമ്പടവം ശ്രീധരൻ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരൻ. ആർക്കാണ്? പെരുമ്പടവം ശ്രീധരൻ. ഇനി 2023 കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. ആരാണ്? പ്രഭാവർമ്മ. 2023 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാണ്? പ്രഭാവർമ്മ. ആർക്കാണ്? പ്രഭാവർമ്മ. ഇനി 2022 ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? 2022 ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാണ്? M മുകുന്ദൻ. ആർക്കാണ്? M മുകുന്ദൻ. മുമ്പ് പഠിച്ചതല്ലേ? മുങ്ങിപ്പോണത് ആലോചിക്കാൻ പറഞ്ഞു. 2018 ആ സിനിമ കണ്ട എന്ത് കിട്ടും? മുങ്ങിപ്പോണത് കിട്ടും. മുകുന്ദൻ. ഇനി 2022 തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദനാണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാ? 2022 ബഷീർ പുരസ്കാരവും തകഴി പുരസ്കാരവും ഒരാൾക്കാണ് ലഭിച്ചത്. ആളാരാ? M മുകുന്ദൻ. ആരാണ്? M മുകുന്ദൻ. ഏതൊക്കെ ലഭിച്ചു? 2022 ബഷീർ പുരസ്കാരം. വർഷം ശ്രദ്ധിക്കണം. 2022 ബഷീർ പുരസ്കാരവും പിന്നെ ഏത് പുരസ്കാരമാണ്? തകഴി പുരസ്കാരവും ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദനാണ്. M മുകുന്ദൻ. അപ്പോ ഇതുവരെ എടുത്ത ഇത്രയും അവാർഡ്സ് ക്ലിയർ ആയോ? നമുക്ക് ഒന്നും കൂടി ഒന്ന് വേഗം റിപ്പീറ്റ് ചെയ്തിട്ട് വന്നാലോ? വേഗം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഒന്നും കൂടി മനസ്സിലാക്കും. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം പഠിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാരം എങ്ങനെ കണക്ട് ചെയ്യാൻ പഠിച്ചു? 2023. നമുക്ക് അവാർഡ്സ് മാത്രം നോക്കി പോയാൽ പോരെ? ബാക്കി ഒന്നും കൂടി വീഡിയോ നോക്കിയാൽ മതി. അവാർഡ്സ് നോക്കി പോവാം. 2023 ആർക്കാണ് ലഭിച്ചത്? ആർക്കാണ്? വസന്തൻ. SK വസന്തനാണ്. എങ്ങനെ കണക്ട് ചെയ്യണം? എഴുത്തച്ഛൻ എന്നല്ലേ? അപ്പൊ അച്ഛന് പൂക്കാലം ആലോചിക്കണം. വസന്തകാലം. പൂ വിരിയുന്നത് എപ്പോഴാണ്? വസന്തകാലത്താണ്. അപ്പൊ അച്ഛനെയും പൂവിനെയും ആലോചിച്ച് എന്ത് കിട്ടും? വസന്തം കിട്ടും. ഇനി 2022 ആർക്ക് ലഭിച്ചു? A സേതുമാധവനാണ്. ആർക്കാണ്? A സേതുമാധവൻ. 2021 P വത്സല. 2020 പോൾ സക്കറിയ. ആർക്കാണ്? പോൾ സക്കറിയ. പിന്നെ വയലാർ പുരസ്കാരം. വയലിൽ എന്തുണ്ടാവും? വയലിലാണ് തുമ്പി ഉണ്ടാവുക. അപ്പൊ എന്ത് കണക്ട് ചെയ്യാ? 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. തുമ്പിനാലേക്കണം. വയലിൽ എന്തുണ്ടാവും? തുമ്പി ഉണ്ടാവും. ഇനി 2022 ആർക്കാണ്? S ഹരീഷ്.
ശ്രീകുമാരൻ തമ്പിയുടെ കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം 2023 ആർക്ക് ലഭിച്ചു വയലാർ അവാർഡ്? വയലിൽ എന്തുണ്ടാവും? തുമ്പി ഉണ്ടാവും. പിന്നെ 2022 ആർക്ക് ലഭിച്ചു? എസ് ഹരീഷ്. കൃതി ഏതാണ്? മീശ. 2021 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാ? ബെന്യാമിൻ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഇനി അടുത്തത് ഏതാണ്? വള്ളത്തോൾ പുരസ്കാരം. എങ്ങനെ കണക്ട് ചെയ്യണം? വള്ളത്തോൾ, ആ തോള് മാറ്റി എന്താക്കണം? പോൾ ആക്കണം. അപ്പൊ 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പോൾ സക്കറിയ. പോൾ സക്കറിയ. 2018 ആർക്കാണ്? വള്ളം ആലയിക്കണം, പിന്നെ എന്താ ആലയിക്കണം? 2018 സിനിമ ആലയിക്കണം, പിന്നെ എന്താ ആലയിക്കണം? മുങ്ങിപ്പോകുന്നത് ആലയിക്കണം. അപ്പൊ മുങ്ങുന്നു മുകുന്ദൻ. മുകുന്ദൻ. 2017 വള്ളത്തോൾ അവാർഡ് ജേതാവ് ആരാണ്? പ്രഭാവർമ്മ. ഓടക്കുഴൽ പുരസ്കാരം 2023 ആർക്കാണ്? ഓടക്കുഴൽ ആരുടെ കയ്യിലുണ്ടാവും നമ്മൾ പഠിച്ചു? കൃഷ്ണന്റെ കയ്യിലാണ്. ആരുടെ കയ്യിലാണ്? കൃഷ്ണന്റെ കയ്യിലാണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യുക? ഗോപി കൃഷ്ണൻ. ഏതാ കൃതി? കവിത മാംസഭോജിയാണ്. 2022 ആർക്കാണ്? അംബികാസുധൻ മാങ്ങാട്. ആർക്കാണ്? അംബികാസുധൻ മാങ്ങാട്. കൃതി ഏതാ? പ്രാണവായു. 2021 ആർക്കാണ്? സാറ ജോസഫ്. കൃതി ബുധിനി. ഹരിവരാസനം പുരസ്കാരം ആദ്യ ജേതാവാരാണ്? യേശുദാസാണ്. അത് ആലോചിക്കാനുള്ളതുള്ളൂ. ആദ്യം ആരാണ്? യേശുദാസ്. 2012. 2024 ആർക്കാണ്? ഹരിവരാസന വീരമണിദാസ്. എങ്ങനെ കണക്ട് ചെയ്യണം? ഹരിവരാസന വീരമണിദാസ്. ഇനി 2023 ആർക്ക് ലഭിച്ചു? ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. 2022 ആർക്കാണ്? ആലപ്പി രംഗനാഥാണ്. ഇനി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 ആർക്കാണ്? പോൾ സക്കറിയ. പോൾ സക്കറിയ. 2024 ആർക്കാണ്? സേതുമാധവൻ. സേതുമാധവൻ. ജ്ഞാനപ്പാന പുരസ്കാരം എങ്ങനെ കണക്ട് ചെയ്യണം? ജ്ഞാനപ്പാന. ജ്ഞാനപ്പാന മധുസൂദനൻ. മധുസൂദനൻ. വി മധുസൂദനൻ നായർക്കാണ് ലഭിച്ചത്. 2022 കെ ജയകുമാറിന് ലഭിച്ചു. മറ്റു പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? പത്മപ്രഭ പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ആർക്കാണ്? പെരുമ്പടവം ശ്രീധരൻ. 2023 കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായതാരാ? പ്രഭാവർമ്മ. പ്രഭാവർമ്മ. 2022 ബഷീർ പുരസ്കാരം, തകഴി പുരസ്കാരം, ഈ 2 പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? എം മുകുന്ദൻ. അപ്പോ കേരള പുരസ്കാരങ്ങൾ എന്നുള്ള ഭാഗം നമ്മൾ ഏകദേശം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു തന്നത് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ PDF നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്